ഒരു കാലത്ത് വിജയ്ക്ക് മുകളിൽ പ്ലേസ് ചെയ്ത സ്റ്റാർഡമാണ് സൂര്യയുടേത്. 2008 മുതൽ 2013 വരെയുള്ള കാലഘട്ടം സൂര്യയുടെ പീക്കായിരുന്നു. 2009 അയൻ അക്കാലം അത്രയുമുള്ള പല വിജയ ചിത്രങ്ങളുടെയും കളക്ഷനെ ബീറ്റ് ചെയ്തു. കേരളത്തിലും ആന്ധ്രയിലുമെല്ലാം സൂര്യക്കുണ്ടായിരുന്ന മാർക്കറ്റിന്റെ ഫലമായി കോളിവുഡിലെ സെക്കൻഡ് ഹയസ്റ്റ് പെയ്ഡ് ആക്ടറായി വരെ സൂര്യ മാറി. വാരണമായിരത്തിൽ തുടങ്ങിയ ഹിറ്റ് സ്ട്രീക്ക് സിംഗം 2 വരെ നീണ്ടു. പിന്നീട് അങ്ങോട്ട് പല പരീക്ഷണ ചിത്രങ്ങളിൽ കരിയർ തുടർന്ന സൂര്യയ്ക്ക് ഒന്നൊന്നായി പിഴച്ചു തുടങ്ങി. പല സിനിമയ്ക്കും പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് കിട്ടിയപ്പോഴും അവയ്ക്ക് ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമുണ്ടാക്കാനായില്ല. ഇന്ന് വിജയ് സിനിമകൾ നേടുന്നതിന്റെ പകുതി കളക്ഷൻ പോലും നേടാനാകാത്ത സാഹചര്യമാണ് സൂര്യ സിനിമകൾക്ക്. പക്ഷേ ഇതെല്ലാം പഴങ്കഥ. ഇനി വരാനിരിക്കുന്ന സൂര്യ സിനിമകളെല്ലാം പ്രോമിസിംഗ് ആണ്. മാസായും ക്ലാസ്സായും വക്കീലായും പോലീസായും പല അവതാറിൽ പല യോണറുകളിൽ ഹിറ്റടിക്കാൻ എത്തുകയാണ് സൂര്യ. കഴിഞ്ഞ ദിവസമാണ് വെങ്കി അറ്റ്ലൂരി സൂര്യ ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തു വന്നത്, വിശ്വനാഥ് ആൻഡ് സൺസ്. കാം ആൻഡ് കമ്പോസ്ഡായി ഒരു കൊച്ചു കുട്ടിയോടൊപ്പമുള്ള സൂര്യയുടെ പോസ്റ്റർ കഴിഞ്ഞ കുറച്ചു കാലമുള്ള ഹൈ ഒക്ടേൻ മാസ് ആക്ഷൻ റോളുകളിൽ നിന്നുള്ള മാറ്റം സൂചിപ്പിക്കുന്നുണ്ട്. കുറച്ചുകൂടെ എലഗൻ്റായ ക്ലാസ് സൂര്യ. ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആകും ചിത്രം എന്ന റിപ്പോർട്ടുകളുണ്ട്. സിനിമയിൽ മമിതയാണ് നായിക. ഒരു 45-കാരനും 20-കാരിയും തമ്മിലുള്ള റിലേഷനാകും സിനിമയെന്ന് നേരത്തെ നിർമ്മാതാവ് നാഗവംശി പറഞ്ഞിരുന്നു. സൂര്യ 46-ന് മുൻപ് അനൗൺസ് ചെയ്ത അതിനു മുൻപേ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞ ചിത്രമാണ് കറുപ്പ്. RJ ബാലാജിയുടെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിന്റെ ടീസർ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് എപ്പോഴാകുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഈ മാസം അതിനുള്ള അപ്ഡേറ്റ് എത്തുമെന്നാണ് റൂമറുകൾ. സായി അഭ്യങ്കർ സംഗീതമൊരുക്കുന്ന ചിത്രത്തിൽ മാസ് ഹീറോ റോളിലാണ് സൂര്യയുടെ വരവ്. 20 വർഷങ്ങൾക്ക് ശേഷം സൂര്യ തൃഷ കോംബോയും കറുപ്പിൽ കാണാൻ സാധിക്കും. ഇന്ദ്രൻസ്, സ്വാസിക തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. സൂര്യ 47 കോളിവുഡ് സിനിമാ പ്രേമികൾക്കൊപ്പം നമ്മൾ മലയാളികളും ഏറെ കാത്തിരിക്കുന്ന സിനിമയാണത്. ആവേശത്തിന് ശേഷം എത്തുന്ന ജിത്തു മാധവൻ സിനിമ. സിംഗം 3ക്ക് ശേഷം സൂര്യ പോലീസ് വേഷത്തിലെത്തുന്ന പടം. അങ്ങനെ പ്രത്യേകതകളേറെ. ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന സിനിമ ഒരു പക്കാ തമിഴ് പടമായിരിക്കുമെന്നാണ് സംവിധായകൻ പറയുന്നത്. ചിത്രത്തിന്റെ ചില ഭാഗങ്ങൾ കേരളത്തിൽ ഷൂട്ട് ചെയ്തിരുന്നു. നസ്രിയ നായികയായെത്തുന്ന സിനിമയിൽ നസ്ലനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സുഷിൻ ശ്യാം സംഗീതമൊരുക്കുന്ന ആദ്യ തമിഴ് സിനിമ കൂടിയാണ് സൂര്യ 47.